നമസ്കാരം, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ഫെബ്രുവരി 20 വ്യാഴാഴ്ചയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 25% താരിഫ് ഓട്ടോ, സെമി കണ്ടക്ടർ, ഫാർമ സ്റ്റോക്കുകളിൽ ഏർപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയതോടെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന മിക്ക ഏഷ്യൻ മാർക്കറ്റുകളും നെഗറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയും ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് സൂചിപ്പിക്കുന്നത് 25 മുതൽ 30 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിന് സാധ്യതയുണ്ടെന്നാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളിലേക്കാണ്. ആദ്യം ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്ത US മാർക്കറ്റുകളിൽ 3 മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത്. S&P 500 ഓൾ ടൈം ഹൈ ആണ് ഇന്നലെ ടച്ച് ചെയ്തത്. ഇനി ഇന്നലെ US നിന്നും ഫെഡറൽ റിസർവിന്റെ ജനുവരി മാസത്തെ മീറ്റിംഗ് മിനിറ്റ്സ് ആണ് പുറത്തു വന്നത്. ജനുവരിയിലും പലിശ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. പണപ്പെരുപ്പം ഇപ്പോഴും ഉയർന്നു തന്നെയാണെന്നും ട്രംപിന്റെ താരിഫ് പ്ലാനുകൾ പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നത് ബുദ്ധിമുട്ടാണെന്നും ഫെഡറൽ റിസർവിലെ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുകയുണ്ടായി. മീറ്റിംഗ് മിനിറ്റ്സ് സ്വല്പം നെഗറ്റീവ് ആണെങ്കിലും ഇപ്പോൾ US നിന്നും പുറത്തു വന്ന റിസൾട്ടുകൾ അതിൽ 74% കമ്പനികളും എക്സ്പെക്ടേഷനെ ബീറ്റ് ചെയ്യുന്ന റിസൾട്ടുകൾ ആയതുകൊണ്ട് തന്നെയാണ് ഇന്നലെയും മാർക്കറ്റ് നല്ല സ്ട്രെങ്തോടുകൂടി ക്ലോസ് ചെയ്യുന്നത്. ഇനി ഇന്നലെ ക്ലോസ് ചെയ്ത യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ നെഗറ്റീവിലായിരുന്നു. ഗോൾഡ് പ്രൈസിൽ US അഡ്മിനിസ്ട്രേഷൻ പീസ് ടോക്സുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യ ഉക്രൈനുമായുള്ള ചർച്ചകൾ ഇൻവെസ്റ്റേഴ്സ് ഉറ്റുനോക്കുന്നു. എന്നിരുന്നാലും ഗോൾഡ് പ്രൈസ് ഉയർന്നു തന്നെയാണ്. ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് പവന് 64,280 രൂപയാണ്. മറ്റൊരു അസറ്റ് ക്ലാസ് ആയ ബിറ്റ്കോയിൻ ഇപ്പോൾ $96,000 ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഒത്തിരിയേറെ പ്രധാനപ്പെട്ട വാർത്തകളുള്ള ദിവസം തന്നെയാണ്. വീഡിയോ അവസാനം വരെയും കാണാൻ ശ്രമിക്കുക. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 50% ഡിസ്കൗണ്ടോട് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇവിടെ തൊട്ട് മുകളിൽ കൊടുത്ത വാട്സാപ്പ് നമ്പറിൽ ഞങ്ങൾക്ക് മെസ്സേജ് അയയ്ക്കുക. രാവിലെ 9 മണി മുതൽ 3:30 വരെ എല്ലാ എഡ്യൂക്കേഷൻ വ്യൂസും നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ പറഞ്ഞ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിലാണ്. ഇനി നമ്മുടെ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് 200 ലൈക്കുകൾ തന്നെയാണ്. എല്ലാ സുഹൃത്തുക്കളും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് വാർത്തകളിലേക്കാണ്. ട്രംപിന്റെ താരിഫ് നയങ്ങളിൽ പ്രധാനപ്പെട്ടതായി ബാധിക്കപ്പെട്ട ഒരു സെക്ടർ ഓട്ടോ സെക്ടർ ആയിരുന്നു. കൂടാതെ ഇന്ത്യൻ വിപണിയിലേക്ക് ടെസ്ല വരുന്നു എന്ന വാർത്തകൾ ഓട്ടോ സെക്ടറിലെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയുണ്ടാക്കിയിരിക്കുകയാണ്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞ പ്രസക്തമായ ഒരു കാര്യത്തിലേക്ക് വരാം. ഇന്ത്യയുടെ ഉയർന്ന ഇറക്കുമതി തീരുവയെ ട്രംപ് വിമർശിക്കുകയുണ്ടായി. ടെസ്ലയെ സംബന്ധിച്ചിടത്തോളം അവ വളരെ അന്യായമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ചു. ഇപ്പോൾ റെസിപ്രോക്കൽ താരിഫ് ഏർപ്പെടുത്തിയ പല മേഖലകൾക്കും അദ്ദേഹം ഇന്നലെ ഒരു മുന്നറിയിപ്പ് നൽകിയത് ഇന്ത്യൻ ഓട്ടോമൊബൈൽ, ഫാർമസ്യൂട്ടിക്കൽസ്, അർദ്ധചാലക ചിപ്പുകൾ എന്നിവയ്ക്ക് 25% അതിലധികമോ താരിഫ് ഏർപ്പെടുത്തുമെന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇനി ടെസ്ലയുടെ പ്ലാനുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ 2025 ഏപ്രിലിൽ റീറ്റെയിൽ പ്രവർത്തനം ആരംഭിച്ചേക്കും. ഒരു ഫാക്ടറി സ്ഥാപിക്കുന്നതിന് പകരം EVകൾ ഇറക്കുമതി ചെയ്യാനാണ് അവർ പദ്ധതിയിടുന്നത്. ഇനി ടെസ്ല നേരിടുന്ന ഒരു പ്രശ്നം അവരുടെ EVകളുടെ വില വെച്ച് നമുക്കൊന്ന് കമ്പയർ ചെയ്യാം. $25,000 വരുന്ന ഈ ഒരു EV പുറത്തിറക്കുകയാണെങ്കിൽ അതിന്റെ ഇറക്കുമതി തീരുവയടക്കം 37 ലക്ഷം രൂപയായിരിക്കും അതിന്റെ വില വരിക. ഇത്തരത്തിലുള്ള ഉയർന്ന വില വരുമ്പോൾ തന്നെ സെയിൽസ് കൂടുതലായി ഉണ്ടാകില്ല എന്നാണ് ടെസ്ല പ്രതീക്ഷിക്കുന്നത്. ഇനി ട്രംപ് പറഞ്ഞതുപോലെ ഓട്ടോ സെക്ടറിൽ 25% താരിഫ് US ഏർപ്പെടുത്തുകയാണെങ്കിൽ അത് ഇന്ത്യൻ വിപണിയെ വലുതായി ബാധിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. കാരണം ഇന്ത്യൻ വാഹന കയറ്റുമതിയുടെ പ്രധാന വിപണിയല്ല US എന്നത്. പക്ഷേ ഷോർട്ട് ടേമിലേക്ക് ഒരു വൊളറ്റാലിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള വാർത്തയുമാണിത്. കൂടാതെ ടെസ്ലയുടെ കടന്നുവരവ് ഒരു മാർക്കറ്റിൽ വൊളറ്റാലിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട്. കൂടാതെ EV സെക്ടറിനെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ള കുറച്ച് കമ്പനികൾ ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര, ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോകോപ്പ് തുടങ്ങിയവയാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം HFCL. പഞ്ചാബ് ടെലികോം സർക്കിൾ 2,501.3 കോടി രൂപയുടെ പ്രൊജക്ട് നടപ്പിലാക്കുന്നതിനായി BSNLുമായി ഒരു കരാർ ഒപ്പിടുന്ന ആദ്യ കമ്പനിയായി HFCL മാറി. ഇന്നലെ റെയിൽവേ മേഖലയിലുള്ള ഒരുപാട് സ്റ്റോക്കുകൾ നല്ല പ്രകടനം നടത്തിയ ഒരു ദിവസമായിരുന്നു. ഇന്നിതാ റൈറ്റ്സുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വരുന്നത്. ട്രാൻസ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ കൺസൾട്ടൻസി സെന്റർ വാട്ടർ ആൻഡ് പവർ റിസർച്ച് സ്റ്റേഷനുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു. കമ്പനിയുടെ മേൽ ആദായ നികുതി വകുപ്പ് ഉയർത്തിയ പ്രീ കോർപ്പറേറ്റ് ഇൻസോൾവൻസി റെസൊല്യൂഷൻ പ്രോസസ് കാലയളവിനായി 186 കോടി രൂപയുടെ ഡിമാൻഡ് ഓർഡർ സുപ്രീം കോടതി റദ്ദാക്കി. പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയാണത്. അടുത്തത് വാരി എനർജീസ് എന്ന കമ്പനിയാണ്. കമ്പനിക്ക് കാബ റിന്യൂവബിൾ എനർജിയിൽ നിന്ന് പുതിയ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. അടുത്തത് IREDA, ടാറ്റ ടെക്നോളജീസ് തുടങ്ങിയ കമ്പനികളെ സംബന്ധിച്ച ഒരു വാർത്തയാണ്. ഫെബ്രുവരി 28 മുതൽ 2 സെക്യൂരിറ്റികളും ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കരാറുകൾ ട്രേഡിങ്ങിന് ലഭ്യമാകുമെന്ന് NSE അറിയിച്ചിരിക്കുന്നു. അടുത്തത് ജിൻഡാൽ വേൾഡ് വൈഡ് എന്ന കമ്പനിയാണ്.
4:1 ബോണസ് ഇഷ്യൂ കമ്പനി പ്രഖ്യാപിച്ചു. അതായത് കൈവശമുള്ള ഓരോ ഷെയറിനും 4 അധിക ഓഹരികൾ ഓഹരി ഉടമകൾക്ക് ലഭിക്കും. യോഗ്യത നേടുന്നതിനുള്ള റെക്കോർഡ് തീയതിയായി 2025 ഫെബ്രുവരി 28 പ്രഖ്യാപിച്ചത്. ഇന്ന് F&O സെഗ്മെന്റിൽ ബാനായ സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ ഓപ്ഷൻ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് മുകളിൽ നമ്മൾ ഇവിടെ ഒരു നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. വെറും 1000 രൂപ കൊണ്ട് നിങ്ങൾക്ക് 4 ക്ലാസ്സുകളിൽ എല്ലാ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും പഠിച്ചു പോകാൻ കഴിയുന്ന ഒരു അവസരം നമ്മൾ ഒരുക്കുകയാണ്. അതുകൊണ്ട് ആവശ്യമുള്ള എല്ലാവർക്കും ഇപ്പോൾ തന്നെ ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് ഞങ്ങളുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്കാണ്. ഇന്നലെ FIAs 1881 കോടി രൂപയ്ക്കാണ് സെല്ല് ചെയ്ത്. DIAs ആവട്ടെ 1958 കോടി രൂപയ്ക്ക് ബൈ ചെയ്തു. ഏതായാലും ചൊവ്വാഴ്ചത്തെ ആ ഒരു 4000-ന് മുകളിലുള്ള ആ ഒരു ബൈയിങ് എയർടെലിന്റെ ബ്ലോക്ക് ഡീലും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. ഏതായാലും FIAസിന്റെ സെല്ലിങ്ങിൽ ഒരു കുറവുണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ FIDA ആക്ടിവിറ്റി പരിശോധിച്ച് വിലയിരുത്താം. അടുത്തതായി ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം ഇടിവിൽ തന്നെയാണ്. ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണി തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇടിവിന് കാരണം. കൂടാതെ ചൈനയിൽ നിന്നും ലെൻഡിംഗ് റേറ്റിൽ മാറ്റമില്ലാതെ തന്നെ തുടരുന്നു എന്ന വാർത്തയും വരുന്നുണ്ട്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 22,932 എന്ന നിലയിൽ 27 പോയിന്റ്സ് ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 25 മുതൽ 30 പോയിന്റ്സിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. മറ്റ് ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 1.12% ഇടിവിൽ, കോസ്പി മാർക്കറ്റ് 0.72% ഇടിവിലും ട്രേഡ് ചെയ്യുന്നു. ഓയിൽ പ്രൈസുകളിലേക്ക്. റഷ്യയിലെയും US-ലെയും വിതരണ തടസ്സങ്ങളെക്കുറിച്ചുള്ള ആശങ്കകളെ തുടർന്ന് ബുധനാഴ്ച എണ്ണവില ഒരാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി. ഇന്നലെ ബ്രന്റ് ഫ്യൂച്ചേഴ്സ് കൂടുതൽ നേട്ടമുണ്ടാക്കി. ബ്രന്റ് ഫ്യൂച്ചേഴ്സ് ഉള്ളത് $76. 0.11% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. WTI ഉള്ളത് $72.06 പെർ ബാരൽ എന്ന നിലയിൽ 0.06% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. നിഫ്റ്റിയിലേക്കാണ്. 22,933-ൽ 12 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെങ്കിൽ 23,205 മുതൽ 23,360 വരെയുള്ള ആ ഒരു സോൺ ബ്രേക്ക് ചെയ്തതിന് ശേഷം നിഫ്റ്റി മുകളിലേക്ക് പോകേണ്ടതുണ്ട്. അതിനുശേഷം അപ്സൈഡിലെ ആ ഒരു റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈൻ കൂടി ബ്രേക്ക് ചെയ്താൽ മാത്രമേ നിഫ്റ്റിക്ക് മുകളിലേക്ക് കൂടുതൽ സ്ട്രെങ്തോട് കൂടി പോകാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് മുകളിലേക്ക് ലഭിച്ചാൽ മാത്രമേ അപ്സൈഡിൽ നല്ല പൊട്ടൻഷ്യലോടെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത്തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആദ്യം നമ്മൾ അതിനുശേഷം ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ലെവൽ 23,750 ആയിരിക്കും. ഡൗൺ സൈഡിൽ ഇതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 22,800 മുതൽ 22,750 വരെയുള്ള ആ ഒരു സോൺ തന്നെയാണ്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് എല്ലാ ദിവസവും ഈ ഒരു സോണിൽ ടച്ച് ചെയ്തതിന് ശേഷമാണ് നിഫ്റ്റി തിരിച്ചു കയറുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യുന്നുണ്ടോ എന്ന്. ഇനി നമ്മൾ 20-ഡേ EMA ഉള്ളത് 23,200-ലാണ്. അത് അപ്സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ലെവൽ തന്നെയാണ്. ഇതുകൂടാതെ അപ്സൈഡിൽ 23,500 ലെവലിലാണ് 50-ഡേ EMA ഉള്ളത്. ഇനി നിഫ്റ്റിയുടെ ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ഒന്ന് പരിശോധിച്ചാൽ വലിയ അപ്പർ വീക്കോട് കൂടിയുള്ള ഒരു ബുള്ളിഷ് ക്യാൻഡിലാണ് ഫോം ആയിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് ഹയർ ലെവലിൽ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ട് എന്ന് തന്നെയാണ്. അടുത്തതായി ചേഞ്ച് ഇൻ ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം കോൾ സൈഡിലും പുട്ട് സൈഡിലും വന്ന വ്യത്യാസങ്ങളാണ്. ആദ്യം 22,900 സ്ട്രൈക്കിൽ 27% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് ആണ്. എന്നാൽ കോൾ സൈഡിൽ 24% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തത് 22,850 സ്ട്രൈക്കിൽ 63% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ്. കോൾ സൈഡിൽ 48% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പ് കാണാം. അടുത്തതായി 22,980 സ്ട്രൈക്കിൽ 26% വർധനവ് പുട്ട് സൈഡിൽ ലോങ് ബിൽഡപ്പ് തന്നെ. കോൾ സൈഡിൽ 47% വർധനവ് ഒരു ഷോർട്ട് ബിൽഡപ്പും കാണാം. ഈ 3 സ്ട്രൈക്കുകളും കമ്പയർ ചെയ്യുമ്പോൾ മാർക്കറ്റിനെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ള പുട്ട് സെല്ലേഴ്സ് നല്ല സ്ട്രോങ് ആയി നിൽക്കുന്നത് 22,850-ലും 22,900-ലുമാണെങ്കിൽ 22,950-ൽ കൂടുതൽ സ്ട്രോങ് ആയി നിൽക്കുന്നത് കോൾ സെല്ലേഴ്സ് ആണ്. അതായത് മാർക്കറ്റിനെ താഴേക്ക് കൊണ്ടുപോകാൻ കഴിവുള്ളവരാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ മാർക്കറ്റ് ഡാറ്റ ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അടുത്തതായി കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്ക്. ആദ്യം കോൾ സൈഡിൽ 23,500 സ്ട്രൈക്കിലാണ് കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം 23,100 സ്ട്രൈക്കിലും അതിനുശേഷം 23,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 22,000, അതിനുശേഷം 22,500 സ്ട്രൈക്ക്, അതിനുശേഷം 22,800 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 23,000-ലും സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 22,800-മാണ്. അടുത്തതായി ബാങ്ക് നിഫ്റ്റിയിലേക്ക്. 483 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്.
ഇന്നലെ നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ നല്ല സ്ട്രെങ്ത് കാണിച്ചത് ബാങ്ക് നിഫ്റ്റി തന്നെയായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലെ ഇന്നലത്തെ ഡെയിലി ക്യാൻഡിൽ ചെറിയ അപ്പർ ലോവർ വിക്കോട് കൂടിയ ഒരു നല്ല ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. അതായത് മൊത്തത്തിൽ നിഫ്റ്റിയുമായി കമ്പയർ ചെയ്യുമ്പോൾ ബാങ്ക് നിഫ്റ്റി നല്ല സ്ട്രെങ്ത് ആണ് ഇപ്പോൾ കാണിക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് 48,850 ടച്ച് ചെയ്തതിന് ശേഷം തിരിച്ചു കയറാൻ സാധിക്കുന്ന ഒരു ബാങ്ക് നിഫ്റ്റിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ബൈയിങ് സോൺ ആയിട്ട് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും അപ്സൈഡിൽ 49,740 അപ്സൈഡിൽ ശ്രദ്ധിക്കേണ്ട ആദ്യത്തെ ലെവലാണ്. അതിനുശേഷം 50,500. ഡൗൺ സൈഡിലേക്ക് വന്നാൽ 48,800 ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൗൺ സൈഡിലെ ഒരു ലെവൽ. അതിനുശേഷം 48,041 ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ലെവലാണ്. അടുത്തതായി മാക്സിമം ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന കോൾ സൈഡിലെയും പുട്ട് സൈഡിലെയും സ്ട്രൈക്കുകളിലേക്കാണ്. കോൾ സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തെ സ്ട്രൈക്ക് 52,000, അതിനുശേഷം 51,000 സ്ട്രൈക്ക്, അതിനുശേഷം 53,000 സ്ട്രൈക്കിലുമാണ്. പുട്ട് സൈഡിൽ കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് റൈറ്റ് ചെയ്തിരിക്കുന്ന ആദ്യത്തേത് 49,000 സ്ട്രൈക്കാണ്, അതിനുശേഷം 46,000, അതിനുശേഷം 47,000 സ്ട്രൈക്കിലുമാണ്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 51,000, സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 49,000. ഇന്ത്യ വിക്സിലേക്ക് 15.42 എന്ന നിലയിൽ 1.56% ഇടിഞ്ഞാണ് ഇന്ത്യ വിക്സ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ഷെയർ ചെയ്തിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ET Now തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടിയാണ് അതിവിടെ ഷെയർ ചെയ്തിട്ടുള്ളതും. ഇനി ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ അതിൻ്റെ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക് പുതിയ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്ക് ഏറെ ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പുതിയൊരു അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.